ഇങ്ങനെ വലിയൊരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് സംഭവങ്ങൾ പോകുന്നതിലേക്ക് നയിച്ചതെന്ന് ഇന്നും നമ്മൾ അവരുടെയൊക്കെ വാക്കുകൾ കേട്ടു. നേരത്തെ തന്നെ പരാതി നൽകിയിട്ടുണ്ട് എന്നും അവർ പറയുന്നു. എവിടെയാണ് ആർക്കാണ് വീഴ്ച പറ്റിയത്? അമൃത, ഈ നാട്ടുകാർ സൂചിപ്പിക്കുന്നത് പോലെ ഈ ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്നത് മുതൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. സ്ഥലം ഏറ്റെടുപ്പിന് എതിരെയായിരുന്നു പ്രതിഷേധമെങ്കിൽ പിന്നീട് അതെല്ലാം തന്നെ മറികടന്നു. സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയായി ദേശീയപാത നിർമ്മാണത്തിലേക്ക് കടന്നു. ഇപ്പോൾ ഏതാണ്ട് ദേശീയപാത നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു. അവസാന ഘട്ടത്തിലാണ് നിർമ്മാണം നടക്കുന്നത്. ഈ ദേശീയപാത നിർമ്മാണം ആരംഭിച്ച ഘട്ടം മുതൽക്ക് ഈ പ്രദേശത്തടക്കം നാട്ടുകാർ ചില ആശങ്കകൾ മുന്നോട്ട് വെച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ സ്ഥലത്തെ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഇവിടെ വെള്ളപ്പാച്ചിലടക്കമുണ്ട്. അതായത് തൊട്ടപ്പുറത്ത് വയൽ പ്രദേശമാണ്. വർഷക്കാലമായാൽ, മഴക്കാലമായാൽ ആ വയലിൽ പൂർണ്ണമായും വെള്ളം മൂടുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ഇവിടുത്തെ സവിശേഷമായ സാഹചര്യം പരിഗണിച്ച് വേണം ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ എന്നായിരുന്നു നാട്ടുകാരുടെ, ഈ പ്രദേശവാസികളുടെ ആവശ്യം. പ്രത്യേകിച്ച് ഇവിടെ ഫ്ലൈ ഓവർ സ്വഭാവത്തിൽ, അതായത് ഒരു ബ്രിഡ്ജ് സ്വഭാവത്തിൽ ദേശീയപാത കടന്നു പോവുകയാണെങ്കിൽ ഈ വയൽ പ്രദേശത്തെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നായിരുന്നു നാട്ടുകാർ മുന്നോട്ട് വച്ചിരുന്നത്. പക്ഷേ ദേശീയപാത അധികൃതർ അല്ലെങ്കിൽ ഈ നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനി ഈ നാട്ടുകാരോട് ഈ ആശങ്ക പങ്കുവച്ചവരോട് പറഞ്ഞത് ആ നിലയ്ക്കുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള മറുപടിയാണ് പറഞ്ഞതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതെല്ലാം തന്നെ ഈ നാട്ടുകാരുടെ ആശങ്കയെല്ലാം അവഗണിച്ച് നിർമ്മിച്ച ദേശീയപാത ഈ നിലയ്ക്ക് തകർന്നു കിടക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അതീവ ഭീകരമായി തകർന്നു കിടക്കുന്നു. തലനാരിഴയ്ക്കാണ്, ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത് നമുക്ക് ഇന്നലെ തന്നെ വ്യക്തമായതാണ്. കാരണം 2-3 വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ പെടുന്നു. ഒപ്പം തന്നെ വാഹന തിരക്ക് കുറവുള്ള സമയത്താണ് ഈ അപകടം ഉണ്ടായത് എന്നതെല്ലാം കൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായത്. എന്തായാലും നാട്ടുകാർ നേരത്തെ തന്നെ ഇത്തരം ആശങ്കകൾ പങ്കുവച്ചിരുന്നുവെന്നാണ് പറയുന്നത്. ആ ആശങ്കകൾ ചെവി കൊണ്ടിട്ടില്ല. ഇനിയെങ്കിലും, അതായത് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചു, നേരത്തെ തങ്ങൾ മുന്നോട്ട് വെച്ച ആശങ്കകൾ അല്ലെങ്കിൽ അതിന് സമാനമായ അപകടം ഇവിടെ സംഭവിച്ചു. അപ്പോൾ ഇനിയെങ്കിലും ഇത് പുനർനിർമ്മിക്കുകയാണെങ്കിൽ തങ്ങളുടെ ആശങ്കകൾ കൂടി അകറ്റി വേണം പുനർനിർമ്മാണം എന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വയൽ പ്രദേശത്ത് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്, ഈ വയൽ പ്രദേശത്ത് വെള്ളം മഴക്കാലമായാൽ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശമാണ്. ഒപ്പം തന്നെ ഒരു ജലസ്രോതസ് അല്ലെങ്കിൽ ഒരു നീർച്ചാല്, തോട് ഒഴുകുന്ന പ്രദേശമാണ്. ആ നിലയ്ക്ക് ഈ തോടിന് പോലും സുഗമമായി ഒഴുകാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള കെട്ടിയടച്ചുള്ള നിർമ്മാണ പ്രവൃത്തിയാണ് ഈ പ്രദേശത്ത് നടത്തിയതെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് UDF പ്രതിനിധി സംഘം അല്പസമയം മുമ്പ് ഇവിടെ